ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയാലോ? പഴംപൊരി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയ, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 9 പീസ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. ഇത് 3 പീസ് ആക്കിയാണ് കട്ട് ചെയ്തത്. വേണമെങ്കിൽ 2 പീസായിട്ടും കട്ട് ചെയ്യാം. 3-ൽ കൂടുതൽ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നൈസായി പോകും, അപ്പോൾ അത് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് 3ആയിട്ട് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ 3 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, വറുക്കാത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല. ഇത് പത്തിരി പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 6 സ്പൂണ് പഞ്ചസാരയുണ്ട്. ഇത് ദോശമാവാണ്. ദോശമാവായാലും ഇഡ്ഡലി മാവായാലും അപ്പത്തിൻ്റെ മാവായാലും നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂണൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ 1/2 കപ്പാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിൽ നമുക്ക് 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കപ്പൊടിയാണ്. ഇത് നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളൂ, അത് മതി. പിന്നെ നമുക്ക് 1 നുള്ള സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് 2 സ്പൂൺ ദോശമാവ് ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബാറ്റർ നന്നായിട്ട് കൈ വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തത്. ഇതുപോലെ മിക്സ് ചെയ്യണം. നമുക്ക് ആ വെള്ളം 2 കപ്പ് എടുത്തിട്ട് മൊത്തം ആവശ്യം വന്നില്ല, കാരണം ദോശമാവൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു 1.5 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ബാറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയും എല്ലാം നമ്മൾ മിക്സ് ആക്കുമ്പോൾ വെള്ളം ഒരു 1.5 കപ്പ് മാത്രം മതിയാകും. അപ്പോൾ 2.5 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് വെള്ളം മതിയാകും. പിന്നെ ഒരു 3 സ്പൂൺ അരിപ്പൊടിയോടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, നമുക്കിത് പൊരിക്കാനായ വെളിച്ചെണ്ണ ഞാൻ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ പഴംപൊരിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് പൊരിച്ചെടുക്കാം. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ പഴം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരുപാട് കളർ ചേഞ്ചൊന്നും ആകണ്ട. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. നമുക്ക് ബാക്കിയുള്ള പഴയോടെ നമുക്ക് പൊരിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. ബാക്കിയുള്ള പഴയോടെ നമുക്ക് പൊരിക്കാം. ഓക്കെ, നമ്മുടെ പഴംപൊരിയെല്ലാം ഞാനിവിടെ പൊരിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ക്രിസ്പിയാണ്, എന്നാൽ സ്മൂത്തിയാണ്. ഓക്കെ, ഇവിടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പഴംപൊരി ഇനി കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.